അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ UN വലുതായിട്ട് കുറ്റപ്പെടുത്തുകയാണ്. ഒരു അധികാരമില്ല, ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. മാത്രമല്ല 7 യുദ്ധങ്ങൾ വരെ അവസാനിപ്പിച്ച എനിക്ക് നോബൽ സമ്മാനത്തിന് അർഹതയുണ്ട്. ശരിക്കും ട്രംപിൻ്റെ ഈ വാക്കുകൾ എല്ലാ ദിവസവും ഇങ്ങനെ കേട്ടിട്ട് ആളുകൾ മടുക്കുകയാണോ അതോ UN-എതിരായിട്ട് നിലപാട് സ്വീകരിക്കും? ഇല്ല, UN-എതിരായിട്ട് നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടല്ലോ. നമ്മളീ പറയുമ്പോൾ ഈ വർത്തമാനം അയാൾ ആദ്യമേ വന്നപ്പോഴേ പറഞ്ഞില്ല ഇന്ത്യയൊക്കെ പണ്ട് ഞാൻ വെട്ടിക്കുറയ്ക്കും. ഈ UN വേണ്ട, ഈ ലോക കോടതി എന്ന് പറഞ്ഞിട്ട് അന്താരാഷ്ട്ര കോടതി ഉണ്ടായിരുന്നു. കോടതിയുടെയും തീരുമാനങ്ങൾ വേണ്ട എന്നുള്ള നിലപാടും അനാവശ്യമായിട്ട് ഈ അമേരിക്കയുടെ ഫണ്ട് എടുത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് അയാൾ ഇലക്ഷൻ സമയത്തും വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, അതിന് ശേഷവും വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്കൊന്ന് ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഒരു പരിധി വരെ ചില കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ UN ചില താല്പര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പം ഇസ്രായേൽ അല്ലെങ്കിൽ ഉള്ള യുദ്ധ സമയത്ത് UN പുറകിൽ നിന്ന് ഈ ഫ്രോക്സികൾ യുദ്ധം ചെയ്യുന്നതായിട്ടൊക്കെയുള്ള ഒരു വാർത്ത വന്ന ഓർമ്മയുണ്ട്. അന്ന് ഈ അന്ന് ഐക്യരാഷ്ട്രസഭ ഈ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ തിരിഞ്ഞപ്പം ഇസ്രായേൽ തെളിവ് കാണിച്ചു കൊടുത്തില്ല. നിങ്ങളുടെ കെട്ടിടങ്ങൾക്ക് മറപറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പട്ടാളത്തിൻ്റെ മറയിൽ നിന്നിട്ട് ഈ പറയുന്നവരെ ഞങ്ങളെ ആക്രമിക്കുന്നു. അതപ്പം അത് എന്തുവാണ് ഐക്യരാഷ്ട്രസഭ? അതുപോലെ ചില താല്പര്യങ്ങൾ കണ്ടിട്ടില്ലേ, ഇസ്രായേലിനെതിരെ കൃത്യമായിട്ട് നീക്കം എടുക്കുന്നുണ്ട്. എന്നാൽ വേറെ ചില രാജ്യങ്ങൾക്ക് ഹമാസിൻ്റെ കാര്യത്തിനകത്ത് സംസാരിക്കുന്നില്ല, ചില താല്പര്യങ്ങൾക്കകത്ത് സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ കേസെടുക്കുന്നു. ഇവർക്ക് ഈ ഐക്യരാഷ്ട്ര കോടതി കേസെടുത്തിട്ടുണ്ടല്ലോ ഈ നെതന്യാഹുവിനെതിരെ അല്ലെങ്കിൽ ഈ റഷ്യക്ക് താല്പര്യങ്ങൾ. അപ്പോൾ ആ രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് ഇത് പറഞ്ഞു. ഇപ്പോൾ ഇതുകൂടാതെ വേറെ ചില കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ യുദ്ധത്തിന് കാരണം ഈ പറയുന്ന പോലെ ചൈനയും ഇന്ത്യയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയും ഇന്ത്യയും കൂടാണ് യുദ്ധം ഉണ്ടാക്കി അല്ലെങ്കിൽ യുദ്ധം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിന് ഫണ്ട് വേണമല്ലോ. യുദ്ധത്തിനല്ല എന്തിനും ഫണ്ട് വേണം. യുദ്ധം നടക്കുമ്പം ആ രാജ്യത്തിന് ഫണ്ട് കൂടുതലായിട്ട് വേണം. അപ്പോൾ ഇപ്പം നമ്മൾ പറയുമ്പം ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ നമ്മുടെ പൈസ ഒരു കൂടുതലായിട്ട് ചൈനയ്ക്കും ഇന്ത്യക്കും വലിയ ഈ ക്രൂഡ് ഓയിൽ കൊടുക്കുന്നത്, പൈസ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പം അതിനടുത്ത് ട്രംപ് ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ ട്രംപിൻ്റെ അവിടെ കൂടുന്ന രാസവളത്തിൻ്റെ കാശ് യുദ്ധത്തിന് ഉപയോഗിക്കാം. ഇപ്പം അതുപോലെ ഇവിടുന്ന് പോകുന്ന അങ്ങോട്ട് പോകുന്ന ഇപ്പോഴും 50% ക്രൂഡ് ഓയിലും ഗ്യാസും മേടിക്കുന്നുണ്ട് യൂറോപ്യൻ കൺട്രീസ്. ആ പൈസ ഈ യുദ്ധത്തിന് ഉപയോഗിക്കാം. അതായത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പൈസ ഉപയോഗിക്കേണ്ടാത്ത പൈസ എന്നുള്ളതൊന്നും. അപ്പം ഇദ്ദേഹം ഇപ്പം സിനുജി പറഞ്ഞതുപോലെ ഇദ്ദേഹം പറയുന്നതിനകത്ത് ശരിയുണ്ടോ ശരികേടുണ്ടോ എന്ന് ചോദിച്ചാൽ നാരായണത്ത് പ്രാന്തം കല്ലുരുട്ടി കയറ്റിയിട്ട് താപ്പോട്ടിടുന്നതിൻ്റെ അർത്ഥം പലരും മനസ്സിലാക്കുന്ന പല രീതിയിലാണല്ലോ. അതിനകത്ത് ബുദ്ധിയുള്ള ചില ആൾക്കാർ വേറെ റേഞ്ച് വരും എന്ന് പറഞ്ഞ പോലെ ഇയാൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനകത്ത് വിഡ്ഢിത്തങ്ങളുണ്ട് അല്ലെങ്കിൽ വിഡ്ഢിയാണ് എന്ന് നമുക്ക് തോന്നിക്കുന്നെങ്കിലും ഇപ്പം അയാളുടെ കൂട്ട് പറയുന്ന ആൾക്ക് ചില കാര്യങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കകത്ത് ഇപ്പോൾ ട്രംപ് രാവിലെ പറയുമോ ഇന്ത്യയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം ശരിയാണ്. വൈകിട്ട് പറയും ഞാൻ യുമ്മ പറഞ്ഞ. പക്ഷെ നരേന്ദ്രമോദിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇയാളെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിട്ട് നമുക്ക് കാണേണ്ടി വരും. പൊട്ടനാണോ ബുദ്ധിമാനാണോ എന്നതിനെ പറ്റി നമുക്ക് ചലനം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അയാൾ ബുദ്ധിമാനല്ലാത്ത രാഷ്ട്രീയ ബുദ്ധിമാനല്ലായിരുന്നെങ്കിലോ പരാജയനായിരുന്നെങ്കിലോ ഒരിക്കൽ ബിസിനസ്സിൽ പരാജയപ്പെട്ട മനുഷ്യൻ രണ്ടാമത് തിരിച്ചു കയറി വീണ്ടും വരത്തില്ല. രണ്ടാമത് ഇയാളെ ലോകം മൊത്തം പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോഴും ഈ പറയുന്നത് പോലെ നമുക്കറിയാമല്ലോ, ഈ ലോകമാധ്യമങ്ങളെ മുതലാളിമാരെ മറ്റ് ചില സംവിധാനങ്ങൾ, അത് അമേരിക്കൻ പ്രസിഡന്റ് ആദ്യം ഇയാൾ മത്സരിച്ച് ഇവരെല്ലാം ഇയാളുടെ പുറകിലുണ്ട്. അന്ന് അയാളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. രണ്ടാമത് നടന്നു. പക്ഷെ വീണ്ടും മൂന്നാമത് ഈ പറയുന്നത് അന്നും ഈ ശക്തികളെല്ലാം ഇയാളുടെ പുറകിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം അതിനെ അതിജീവിച്ച് ഇയാൾ കയറി വന്നു. ഇപ്പം പരാജയമോ വിജയമോ നാളെ കാലത്ത് ചിലപ്പോൾ അമേരിക്കയുടെ അന്തകനെന്നോ അന്ത്യക്രിസ്തു എന്നൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും ഇപ്പോഴത്തെ നിലപാടനുസരിച്ച്. അത് അയാൾക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്നറിയാമോ? അയാൾ നിലപാടെടുത്തതിനകത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളിനോട് എടുത്ത നിലപാട്, ഇന്ത്യയോട് എടുത്ത നിലപാട്, അയാൾ ബുദ്ധിമാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഇന്ത്യയെ അയാളുടെ ഭാഗമായിട്ട് നിർത്തിക്കൊണ്ട് അയാൾക്ക് ഇത് മൊത്തം ലോകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനകത്ത് അയാൾക്ക് പരാജയം പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് മുന്നോട്ട് നിർത്താൻ വെച്ചാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി അയാൾ വിചാരിച്ചതുപോലെ നിർത്താൻ പറ്റിയില്ല. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന പോലെ എല്ലാം കേട്ടുകൊണ്ടിരുന്ന കുറേ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ നമ്മളുടെ നിലപാട് മാറ്റിയപ്പോൾ ഇയാൾക്കത് പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മളെ ഭീഷണിപ്പെടുത്തി നോക്കി, നമ്മളെ സമ്മർദ്ദത്തിലാക്കി നോക്കി, അതിലൊന്നും നമ്മൾ വീണില്ല. ഇവിടെ ഇപ്പം പറയുന്നത് എന്താണ്, ഈ UN എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. അപ്പോൾ ഇത്രയും നാൾ മറ്റ് രാജ്യങ്ങളെയൊക്കെ ഭയപ്പെടുത്തിയത് UN മുമ്പിൽ വെച്ചാൽ വ്ളാഡിമിർ പുടിൻ അവിടെ വന്ന് അറസ്റ്റ് ചെയ്യും, ഇനി അടുത്ത ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങോട്ട് പോയി അറസ്റ്റ് ചെയ്യും, ഇതെല്ലാം പറഞ്ഞ് UN
ഇതേ UN ഇപ്പോൾ പ്രസക്തിയില്ല, പക്ഷേ എനിക്ക് നോബൽ സമ്മാനത്തിന് അർഹതയുണ്ടെങ്കിൽ UN സജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഈ യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപിൻ്റെ ഇടപെടലിലൂടെയാണെന്ന് മോദി പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് അതൊരു പ്ലസ് പോയിന്റാണ്. പാകിസ്ഥാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ശരിയാണ്, ട്രംപ് ഇടപെട്ടുകൊണ്ട് യുദ്ധം തീർന്നു. അങ്ങനെ ഇന്ത്യയും കൂടെ പറഞ്ഞാൽ ഇയാൾക്ക് ഈ നോബൽ സമ്മാനത്തിന് കിട്ടാനുള്ള അർഹത കിട്ടും. അപ്പോൾ സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് അർഹതയുണ്ടെങ്കിൽ ഇന്ത്യയും കൂടെ സഹായിക്കണം. പക്ഷേ മോദി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ട്രംപിന്? അല്ല ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സുരേജ് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നരേന്ദ്രമോദി ഇയാൾ ഞാനീ പറഞ്ഞു വന്നതാണ്, ഇയാൾക്ക് മനസ്സിലാക്കിയതിനകത്ത് തെറ്റുപറ്റിപ്പോയി. മോദിയെ ഇയാൾ പഴയ ഇന്ത്യയുടെ ആൾക്കാരെ നിയന്ത്രിച്ച പോലെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ മോദിക്ക് വേണമെങ്കിൽ പറയാം അമേരിക്കൻ പ്രസിഡന്റ് അങ്ങ് ഇടപെട്ടായിരുന്നു യുദ്ധത്തിന്, അതല്ലെങ്കിൽ ഇടപെട്ട് ഒറ്റ വാക്കല്ലേ പുള്ളിയുടെ കൂടെ സംസാരം ഒന്നും പറയണ്ട, ഇടപെട്ടെന്ന് പറയണ്ട, ഞങ്ങളൊന്ന് പുള്ളിയൊന്ന് ആലോചിച്ചോ സംസാരിച്ചു. മോദി പറയത്തില്ല. അതാണ് മോദി എന്ന് വെച്ചാൽ 1% പോലും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനോ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനെതിരോ കോംപ്രമൈസ് ചെയ്യുന്ന ഭരണാധികാരിയല്ല മോദി. 1% പോലും. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ ഇതിനകത്ത് ഈ 1% നമ്മളീ പറഞ്ഞ ഈ ഒരു വർത്തമാനത്തിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വർത്തമാനം പറഞ്ഞാൽ ഒരുപക്ഷെ ഈ താരിഫ് ഉണ്ടാകത്തില്ല, ഇപ്പം നമ്മുടെ ക്രൈസിസ് ഉണ്ടാകത്തില്ല. പക്ഷേ അതിന് പുള്ളി തയ്യാറല്ല. ഇതിനെയെല്ലാം അതിജീവിച്ച് അത് മറികടന്ന് വരുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പം ട്രംപിൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഒരു നോബൽ സമ്മാനവും ഒക്കെയാണ്. അതിനകത്ത് ഏറ്റവും ഇദ്ദേഹത്തിൻ്റെ സംസാരിച്ച എനിക്ക് വേണ്ടി ഒന്ന് പറയണേന്ന് പറഞ്ഞാൽ, പക്ഷേ നരേന്ദ്രമോദി പറയത്തില്ല. എങ്ങനെ പറയും? ലോകത്തുള്ള ഇപ്പം തന്നെ വെൻസിലെ പോയി ബോംബിടാൻ നിൽക്കുക. ബലൂചിസ്ഥാനിൽ ഇപ്പം ഇവിടെ അയാളങ്ങ് സമാധാനത്തിൻ്റെ ആളാവുന്നേ. ഇയാൾ ഇവിടെ യുദ്ധം നിർത്തിയേ? ഇയാൾ വന്നതിന് ശേഷം ഏത് യുദ്ധമാണ് നിർത്തിയിട്ടുള്ളത്? റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തുന്നു? നിന്നോ? ഇല്ല. മിഡിൽ ഈസ്റ്റിലെ ഹമാസിൻ്റെ യുദ്ധം നിർത്തുന്നോ? വിപുലമായിട്ട് നടക്കുക. വേണമെങ്കിൽ ഓരോ കോണുകളിൽ യുദ്ധം മുട്ടി പുറപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ ഇങ്ങനെ ഇത്രയും ക്രെഡിബിലിറ്റിയുള്ള ലോകം അംഗീകരിക്കുന്ന ലോകത്തിനകത്ത് എന്ത് കാര്യത്തിനകത്തും നരേന്ദ്രമോദി പറയുന്നത് അനുസരിച്ച് കാര്യം പറയാൻ നിൽക്കുക ലോകരാജ്യങ്ങൾ. ഇഷ്ടമായാലും ഇഷ്ടമില്ലേലും അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതായിരിക്കും. ലോകത്തിൻ്റെ ചലനം പുള്ളി നിരീക്ഷിക്കുന്നതാണ് ശരിയെന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള രാജ്യങ്ങളാണ് മുക്കാലും ഉള്ളത്. അല്ല അങ്ങനത്തെ അതാണ് ശരിയെന്ന് പല കാര്യങ്ങൾ കൂടി മോദി പറഞ്ഞത് കൂടി ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നടക്കത്തില്ല. അപ്പോൾ ഇതേ രീതിയിൽ ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പലവട്ടവും പല കാര്യവും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും പറയുന്നു. ഇന്നിപ്പോൾ ഐക്യരാഷ്ട്രസഭയെ തള്ളി പറയുന്നു. ഒരുപക്ഷെ അതിൻ്റെ ഫണ്ടും ഒക്കെ വെട്ടി കുറച്ചിട്ടുണ്ടോ? കാരണം പലയിടത്തും ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു. ഇപ്പോൾ തന്നെ ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ മേടിക്കുന്നതുകൊണ്ടാണ് യുദ്ധം നടക്കുന്നത് പറയുന്നത് എന്തൊരു വിരോധാഭാസമല്ലേ? യൂറോപ്പിലെ രാജ്യങ്ങൾ പറയുന്ന എണ്ണ മേടിക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന എണ്ണ മേടിച്ചിട്ടാണ് ഉക്രൈൻ എണ്ണ മറിച്ചു കൊടുക്കുന്നത് 15%. അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ യുദ്ധത്തിലേക്ക് വലിച്ചേക്കും നമ്മളാന്ന് പറയേണ്ടത്. അപ്പോൾ ഇയാളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കണം. ഞങ്ങൾ പറയുന്ന പോലെ ഓക്കെ എല്ലാം ശരിയാണ്. പാകിസ്ഥാൻ അങ്ങനെ സമ്മതിക്കുന്നുണ്ട്, മറ്റ് ചില ദുർബല രാജ്യങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യ എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല? മാത്രമല്ല ഇന്ത്യ സ്വന്തമായിട്ട് ആയുധം നിർമ്മിക്കുന്നു, റഷ്യയുമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അതാണ് ഇവരുടെ പ്രശ്നം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും കൊണ്ട് ബോംബാക്രമണം നടത്തുന്നു. ശരിക്കും അത് പാകിസ്ഥാനാണ് നടത്തുന്നതെങ്കിലും അത് വല്ല ഇന്ത്യ നടത്തി അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തി എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം. അതിനകത്ത് കയറി തനിക്കിടപെടണം. ഇതാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഈ ലക്ഷ്യങ്ങളൊന്നും നിറവേറ്റാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇപ്പുറത്ത് ചൈനയും ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂട്ടുകെട്ടും ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ട്രംപിന് എവിടെയാണ് ഇന്ത്യയിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നത്? ഇനി ആരുടെ സഹായം ട്രംപിന് കിട്ടും? ഇതല്ലേ വലിയ പ്രശ്നമാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ അയാളൊരു മിടുക്കനാണെന്ന് നമ്മൾ പറയുമ്പോഴും അയാളുടെ ഏറ്റവും ഞാനത് അവസാനം പറഞ്ഞു വന്നേ ഒരു തീരുമാനത്തിനകത്ത് പുള്ളിക്ക് തെറ്റുപറ്റി. ഇന്ത്യയോടെടുത്ത നിലപാട് ഈ നേരെ മറിച്ച് സിനുജി ഇപ്പൊ പറഞ്ഞില്ലേ, ഇത് നേരെ മറിച്ച് ഇയാൾ ഇദ്ദേഹത്തെ കൂടെ നിർത്തിയാൽ മതിയായിരുന്നു. പിന്നെ എല്ലാം ക്ലിയർ ആയനെ. അയാൾക്ക് ഈ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇന്ത്യ അവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു വ്യാപാര കരാറും ഒക്കെ ഉണ്ടാക്കി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ആണ്ടോ ഇന്ത്യയെ വേണ്ടി ഞാൻ വ്യാപാര കരാർ ഉണ്ടാക്കി പരസ്പരം ബാക്കി ലോകത്തെ മൊത്തം അംഗീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ പറ്റിയത് ഇന്ത്യയോട് ഉടക്കൊണ്ട് പറ്റിയെന്താണെന്നറിയാമോ? നിങ്ങൾ പറയുന്നല്ലേ ഇവിടെ എല്ലായിടവും പാടുക. ഇന്ത്യ ഏറെ ഇറങ്ങി അങ്ങ് നിന്നു. ചൈന പോലും ഇന്ത്യ നിന്നതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ കോപ്പി പേസ്റ്റ് അടിച്ചത്. ഇന്ത്യ ഇറങ്ങി നിന്ന് വാടാ ഞങ്ങൾ ഏറ്റു. ബാക്കിയുള്ള രാജ്യങ്ങൾ ആസ്ട്രേലിയ പറഞ്ഞില്ലേ എന്തിനാ ഇങ്ങനെ നട്ടല് പടച്ചവൻ്റെ കൂടെ നിൽക്കുന്നേ? ഇസ്രായേൽ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ താല്പര്യമുണ്ട്. ഏറ്റവും അവസാനം ഖത്തറിനെ അടിച്ചപ്പോൾ ചോദിച്ചില്ല ഞങ്ങളുടെ താല്പര്യം പറഞ്ഞില്ലേ നമുക്കറിയത്തില്ല. അടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തിന് താല്പര്യം ആര് പറഞ്ഞിട്ടും കേൾക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ നിലപാടെടുക്കാൻ എന്ന് സാധിച്ചു അമേരിക്കക്കെതിരെ? ഇന്ത്യ നേരെ എന്നതിന് ശേഷമാണ് റെസ്യൂം ചേഞ്ച് മൊത്തം മാറിയേറിയ ലോകക്രമത്തെ അവരെ മാറ്റിമറിച്ചു ഇന്ത്യ. RIC നമ്മൾ RIC വന്നു. ബ്രിക്സ് എന്ന തൊട്ടാസിനു ഇത്രയും കപ്പാസിറ്റി വന്നേ നരേന്ദ്രമോദി ഇറങ്ങി അങ്ങോട്ട് നിന്നപ്പോഴേ. അതിന് മുമ്പേ ബ്രിക്സ് ഉണ്ടായിരുന്നു, ഇത്രയും ബലം ഉണ്ടായിരുന്നു ഇല്ലല്ലോ. ഇപ്പൊ താണ്ട നാണയം ഇറക്കുന്നു. അല്ലെങ്കിൽ ചർച്ച ചെയ്യുക ബ്രിക്സിന് 35% കയറ്റുമതി ഇറക്കുമതി ഉണ്ടല്ലോ ഇത്ര. അല്ലെങ്കിൽ സൈന്യ സഖ്യം ആയിട്ടില്ല, എന്തുപോലെ സൈന്യ സഖ്യം ചർച്ച ചെയ്യുന്നു. അതായത് ബ്രിക്സ് ഒരു സംവിധാനമായി. അതായത് അത്ര അവിടാണ് ഈ പറഞ്ഞത് എല്ലാം പരാജയപ്പെടുത്താൻ നിന്നപ്പോഴും വിജയിച്ചു വന്ന ട്രംപിന് ഇന്ത്യയോട് എടുത്ത നിലപാടും നരേന്ദ്രമോദി എടുത്ത നിലപാടും കൂടെ
ഈ നേരെ മറിച്ചായിരുന്നെങ്കിൽ ട്രംപിനെ തോൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രംപ് പെട്ടുകിടക്കുകയാണ്. വീഴണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റി തീരുമാനിക്കാം. ഒരുപക്ഷെ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഒരു ഈഗോയുടെ പ്രശ്നമായിരിക്കും. ഏതായാലും ഇപ്പോൾ എടുത്തേക്കുന്ന നിലപാട് ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ എടുത്ത നിലപാട് പലരും ചർച്ച അത് ശരിയാണോ ശരിയല്ലയോ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച്, എനിക്കറിയത്തില്ല മുഖത്തിലോ, അഭിപ്രായം അനുസരിച്ച് അയാൾ ഐക്യരാഷ്ട്രസഭയിൽ UN-നെതിരെ എടുത്ത നിലപാട് തന്നെ അതിനോടാണ് എനിക്ക് ഇപ്പം UN നിഷ്പക്ഷ നിലപാടെടുക്കുന്ന ഒരു സംവിധാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ല അല്ല, എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് എനിക്ക് ഞാൻ പലതും ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ട്രംപിനകത്ത് ആ നിലപാട്, ട്രംപ് പണ്ടും ആ നിലപാടായിരുന്നു, ഇപ്പോഴും ആ നിലപാടാണ്. ട്രംപിന് പറ്റിയ നമ്മൾ പഠിക്കുമ്പോൾ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അടുത്ത നിലപാട് ഇങ്ങനെ ആവണ്ടായിരുന്നു. അത് അമേരിക്കയ്ക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കയെ ഈ പറഞ്ഞ ചക്രവർത്തി പദത്തിൽ നിന്ന് ഒരു പടി താപ്പോട്ട് ഇറക്കി നിർത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ചക്രവർത്തി അല്ലാതെയാവും. ആ ഒരു ഗ്യാപ്പിലേക്ക് ആൾക്കാരിത് കേൾക്കുമ്പോൾ നമ്മുടെ പറയും നമ്മുടെ ഇയാൾ പണയുന്നോണ്ടിരിക്കും. പക്ഷേ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇന്ത്യക്ക് വരാം എന്ന് വെച്ചാൽ ഇന്ത്യ അത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ത്യ പറയുന്നത് പോലെ പോയേക്കാം, അല്ലെ ഇന്ത്യയോടൊന്ന് ആലോചിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ലോകക്രമം യൂറോപ്യയും നാറ്റോയും ഈ പറയുന്ന G7 ഒക്കെ ആ ഒരു നിലപാടിലാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇയാൾ പറയുന്നത് കേൾക്കാം. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.